എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ സ്വീഡനിലെ കാഴ്ചകളാണ് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ സ്വീഡൻ്റെ തലസ്ഥാനമായിട്ടുള്ള സ്റ്റോക്ക്ഹോമിലാണുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക്ഹോമിലെ വളരെ പ്രശസ്തമായിട്ടുള്ള വാസ മ്യൂസിയമാണ്. ഈ വാസ മ്യൂസിയം സ്വീഡനിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ വാസ മ്യൂസിയത്തിൽ നമുക്ക് കാണാനുള്ളത് 17-ാം നൂറ്റാണ്ടിൽ സ്വീഡനിലൊരു യുദ്ധക്കപ്പൽ കടലിൽ മുങ്ങിപ്പോയിരുന്നു. അത് പിന്നീട് 333 വർഷങ്ങൾക്ക് ശേഷം അത് പൊക്കിയെടുത്ത് ഈ വാസ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ 333 വർഷങ്ങൾ കടലിൻ്റെ അടിയിൽ കിടന്ന ആ കപ്പൽ ഇന്ന് നമ്മൾ നേരിട്ട് കാണാനായിട്ട് പോവുകയാണ്. അത് വലിയൊരു അത്ഭുതമായിട്ട് തോന്നുകയാണ്. അത്രയേറെ വർഷം കടലിൻ്റെ അടിയിൽ കിടന്ന് പിന്നീട് അത് വർഷങ്ങൾക്ക് ശേഷം അത് കടലിൽ നിന്നും പൊക്കിയെടുത്ത് ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ കാണുന്നതാണ് ആ യുദ്ധക്കപ്പൽ. 1628 ഓഗസ്റ്റ് 10-നാണ് ഈ കപ്പലിൻ്റെ ആദ്യ യാത്ര. ഏകദേശം 1300 മീറ്റർ യാത്ര ചെയ്തതിന് ശേഷമാണ് കപ്പൽ മുങ്ങിയത്. ഈ കപ്പലിൻ്റെ ആദ്യത്തെ യാത്രയിൽ 445 ആളുകളാണെന്നുണ്ടായിരുന്നത്. ഈ കപ്പലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളുള്ള കപ്പലുകളിൽ ഒന്നായിരുന്നു. അതായത് ഏകദേശം 64 പീരങ്കികൾ തന്നെ ഈ കപ്പലിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ കപ്പലിൻ്റെ നീളം എന്ന് പറയുന്നത് 69 മീറ്ററും അതുപോലെ തന്നെ 12 മീറ്ററാണ് ഇതിൻ്റെ വീതി. വെയിറ്റ് ഏകദേശം 1252 ടണ്ണായിരുന്നു. ഇതിൻ്റെ നിർമ്മാണത്തിലെ ചില ന്യൂനതകൾ കൊണ്ടാണ് ഇത് മുങ്ങാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഈ കപ്പൽ മുങ്ങിയ സമയത്ത് ഏകദേശം 30 ആളുകൾക്ക് ജീവൻ നഷ്ടമായി. 1628 മുങ്ങിയ കപ്പൽ പിന്നീട് 1961 ഇത് അധികം കേടുപാടുകൾ കൂടാതെ പുറത്തെടുക്കുന്നത്. അതിനുശേഷം 1988 വരെ ദി വാസ ഷിപ്പ്യാർഡ് എന്ന താൽക്കാലിക മ്യൂസിയത്തിലേക്ക് കൊണ്ടുവരികയും പിന്നീട് സ്റ്റോക്ക്ഹോമിലെ റോയൽ നാഷണൽ സിറ്റി പാർക്കിലെ വാസ മ്യൂസിയത്തിലേക്ക് സ്ഥിരമായി കൊണ്ടുവരികയുമാണ് ഉണ്ടായത്. ഈ വാസ മ്യൂസിയത്തിൽ ഈ കപ്പലിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങളും അന്ന് ഉപയോഗിച്ചിരുന്ന ആളുകളുടെ പല വസ്തുക്കളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതുപോലെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മുടെ ഗൈഡ് പ്രതിപാദിച്ച് വരുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കുകയും ചെയ്യാം. But not only by local specialists, there were some very prominent specialists that were invited here from Holland. So Dutch shipbuilders also participated in the construction work. It took 2 years and 6 months to build the ship, and it only took 25 minutes for the ship to sink, to go to the bottom, because there were severe mistakes in the construction. The ship was built for a very big crew, 445 persons. At that time, at the beginning of the 17th century, there was a war in Europe, the so-called 30 Years' War. From one side, Catholic countries like Poland, against them, Germany, Sweden, and other Protestant countries. And the war ended with a victory for Protestant countries, including Sweden. The ship is 69 meters long, it is 12 meters wide, and the weight of the ship is 1,252 tons. The height of the ship is 52 meters together with the mast and sails. We can't see all masts and sails here, but there is a small model of the ship with those 10 sails that the ship had from the very beginning. Why is this museum so popular and so famous? Because of the fact that the ship is so old, the ship is in such a good condition, and the ship shows us art in Baroque style from the 17th century. It is also a piece of art. It is not only a warship. And when it was built, nobody knew that there were so many severe mistakes in the construction. Everybody was quite sure of the fact that it was the very best warship in the history of the Swedish Navy. We can see some sculptures already from here. We can see a big lion. At that time, Sweden was sometimes referred to as a lion from the north.
Sometimes the Swedish king Gustavus Adolphus II was called the lion from the north. You can see some details that are not as dark as the ship herself. Those brown details, they were made after the ship had been found and lifted up. Some parts of the ship were missing after 333 years on sea water. They had come to the seashore in order to see everything with their own eyes, because in many families there was somebody who had built the ship, or who was on board the ship on that particular day, or who had to sail to Poland 2 weeks later. So many people had some kind of connection. And in many homes, tables were ready in order to sit together and to have a party in the evening. But how could it happen? And now that the ship has been lifted, ഇത് അന്ന് കാലത്ത് നിർമ്മിച്ചൊരു യുദ്ധക്കപ്പലായാലും ഇതിൻ്റെ നിർമ്മിതി വളരെ മനോഹരമായിട്ടാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതായത് ഒരുപാട് കൊത്തുപണികളും അങ്ങനെ പല മനോഹരമായ കാര്യങ്ങളും നമുക്ക് ഈ കപ്പലിൻ്റെ ചുറ്റുപുറമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് പെയിൻറ്റിങ്ങുകളും വർക്കുകളൊക്കെ ഇതിന്മേൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെയാണ് അക്കാലത്തുള്ള ഒരു കപ്പലിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. ഏകദേശം 333 വർഷത്തോളം കടലിൻ്റെ അടിയിൽ കിടന്ന ഒരു കപ്പലാണ് ഇതെന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ തോന്നില്ല. വലിയ കേടുപാടുകളൊന്നും അതിന് സംഭവിച്ചിട്ടില്ല. Oh, this is the original color. Holding apart and ഈ കാണുന്നതെല്ലാം കപ്പലിൻ്റെ ഉള്ളിലുള്ള അന്നത്തെ പീരങ്കികളായിരുന്നു. ആ പീരങ്കികളുടെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കപ്പലിൻ്റെ ഓരോ നിലകളിലും അന്ന് കാലത്ത് ആ ഓരോ നിലകളിലും ആളുകൾ എന്തെല്ലാം ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ രൂപമാണ് കാണിച്ചിട്ടുള്ളത്. അത് വളരെ മനോഹരമായിട്ടുണ്ട്. ഓരോ നിലയിലും ആളുകൾ വർക്ക് ചെയ്യുന്ന ഓരോരോ പ്രവർത്തനങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ അത് ചിത്രീകരിച്ചിട്ടുണ്ട്.
അങ്ങനെ വാസ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസൊക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും നല്ല വീഡിയോകൾ ചെയ്യാനും മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.